നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ആദ്യം തന്നെ വന്ന കാര്യം പറയാം. എന്താച്ചാ വിശേഷിച്ച്? എല്ലാ വർഷവും എൻ്റെ ഭാര്യയും മക്കളും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുന്ന എൻ്റെ ബർത്ത്ഡേ അതുപോലെ ഈ വർഷവും ആഘോഷിക്കുകയാണ്. ഫംഗ്ഷൻ എല്ലാം പതിവ് പോലെ നമ്മുടെ വീട്ടിൽ വെച്ച്. നിങ്ങൾ രണ്ടാളും കൂടെ ഉണ്ടെങ്കിൽ ആഘോഷം പൂർണ്ണമാവും. എനിക്ക് സന്തോഷമാണ്. അപ്പോ ഞാൻ തന്നെ നേരിട്ട് രണ്ടാളെ ക്ഷണിക്കുക. അച്ഛന്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് ആ വീട്ടിൽ വെച്ച് അവിടെ ഞാനും ശ്യാമി ഇനി കാല് കുത്തില്ല. മറ്റേതെങ്കിലും ഹോട്ടലിലോ ഓഡിറ്റോറിയത്തിലോ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാം. എങ്കിൽ ഞാനും ശ്യാമയെ ഉറപ്പായിട്ട് പങ്കെടുക്കാം. നമ്മുടെ വീട്ടിൽ വെച്ച് എൻ്റെ മക്കളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് ആ ആഘോഷം വേണമെന്ന എൻ്റെ ആഗ്രഹം. അന്ന് ആ വീട്ടിൽ വെഡിങ് ആനിവേഴ്സറിക്ക് വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇതുവരെ ഞങ്ങൾ മറന്നിട്ടില്ല. ശരിയാ, അതെനിക്കറിയാം. എനിക്കതിൽ നല്ല വിഷമമുണ്ട്. ആ സമയത്ത് ഒരു സ്ട്രോങ് ആയ നിലപാട് ഞാനും എടുത്തില്ല. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതല്ല. അമ്മ അന്ന് കാണിച്ച ആ പെർഫോമൻസ് അത് സഹിക്കാവുന്നതിൽ അപ്പുറം വെച്ചാ. അതുമാത്രമല്ല, മുൻപും ആ വീട്ടിൽ പല കാര്യങ്ങളും കണ്ടില്ല എന്നടിച്ച് ഞാൻ കണ്ണടച്ചിട്ടുണ്ട്. അതാരെയും ഭയന്നിട്ടൊന്നുമല്ല, കുടുംബത്തിന്റെ ഭദ്രത ഓർത്ത്. പണ്ടുള്ളവർ പറയാറില്ലേ, ഒരു കൈ കൊട്ടിയാൽ ശബ്ദം കേൾക്കില്ല, രണ്ട് കൈയും കൊട്ടിയാലേ ശബ്ദം കേൾക്കത്തുള്ളൂ എന്ന്. കുറച്ച് ക്ഷമിക്കാനും പൊറുക്കാനും ഞാൻ ശ്രമിച്ചു. പക്ഷേ ഇനിയത് പറ്റില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലായി തുടങ്ങി. അരുണിന്റെ അശ്വതിയുടെയും കാര്യം ഞാൻ അറിയാൻ വൈകി. നിങ്ങൾ രണ്ടാളും അത് അറിഞ്ഞിട്ട് പോലും എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അച്ഛാ, അത് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നിട്ടോ ആദിത്യനും വസുവും കൂടി ആ പ്രശ്നം ഇത്രയും വഷളാക്കി. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യുക? ഒരു വശത്ത് അശ്വതിയും അരുണിന്റെ കുഞ്ഞും, മറുവശത്തും അവന്റെ ഭാര്യയായ ഐശ്വര്യയും. ഇപ്പൊ ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഇനി എന്തിന്റെ പേരിലായാലും ശരി, ഇങ്ങനെയുള്ള വസുവിന്റെ നിർബന്ധ ബുദ്ധിയൊന്നും ഞാൻ വകവച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. കുടുംബനാഥൻ എന്ന നിലയിൽ പ്രശ്നങ്ങൾ അപ്പം ഞാൻ പരിഹരിക്കും. ഇപ്പോ ഈ ബർത്ത്ഡേ പാർട്ടിക്കും നിങ്ങൾ എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കണമെന്ന് വസു തന്നെ എന്നോട് പറഞ്ഞത്. ഐശ്വര്യ നന്നായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐശ്വര്യയും വസുവും ഒന്നിച്ച് നിർബന്ധിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. അത് മനസ്സിലാക്കി തന്നെയാ ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് ക്ഷണിക്കുന്നത്. ഇനി അങ്ങനെ ശ്യാമയെ വിഷമിപ്പിക്കാൻ അവൾ എന്ത് തന്നെ പ്ലാൻ ചെയ്താലും ഞാൻ കണ്ടുപിടിക്കും. ഇനി ശ്യാമയ്ക്കും നിനക്കും നമ്മുടെ വീട്ടിൽ നിന്ന് അപമാനം സഹിച്ച് ഇറങ്ങേണ്ടി വരില്ല. അത് ഞാൻ ഉറപ്പ് വരുന്നു. പിന്നെ എനിക്ക് എന്റെ മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷമായി അങ്ങനെ ഒരു ആഘോഷം മതി. എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നിങ്ങൾ രണ്ടാളും ഉണ്ടാവണം. അതാണ് എന്റെ അഖി ശ്യാമയും ഈ അച്ഛന് തരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. അച്ഛാ, ഞങ്ങൾ വരാം. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അച്ഛനെ വിഷമിപ്പിക്കരുത്. നമുക്ക് ഫംഗ്ഷന് പോവാം. സാരമില്ല, അമ്മ എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ. നമ്മുടെ അച്ഛന് വേണ്ടിയല്ലേ, ഞാൻ സഹിച്ചോളാം. നീ എന്റെ മരുമകളല്ല, മോളാണ്. എന്റെ സ്വന്തം മോള്. അച്ഛൻ സന്തോഷമായിട്ട് പോയിക്കോളൂ. ഞാനും ശ്യാമയും ഫംഗ്ഷൻ ഉണ്ടാവും. വേണം, അത് വേണം. ഇതാ വാങ്ങിക്കോ മോളെ. ആന്റി നിർബന്ധിക്കല്ലേ, മേടിച്ചു.
അപ്പോ ആനന്ദേട്ടന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ വിസ്മയുടെ പാട്ടുമായിട്ട് വൻ ആഘോഷത്തോടെ നമ്മൾ ഗംഭീരമാക്കുന്നു. മമ്മി, പ്രോഗ്രാം എങ്ങനെ നടക്കാനാ? എങ്ങനെ പാടാനാ? ഇനി നമ്മളെ ശ്യാമ എന്ത് പറഞ്ഞാ സമ്മതിപ്പിക്കണ്ടേ? ഇനി എങ്ങനെ സമ്മതിപ്പിക്കാന്ന് വെച്ചാ അതും ആ ആനന്ദ് വർമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാ. ഉറപ്പായും അഖിലും അവിടെ കാണും. അപ്പൊ യാതൊരു കാരണവശാലും നമ്മുടെ ഒരു ട്രിക്കും അവിടെ നടക്കില്ല. വാക്കും പറഞ്ഞു, അഡ്വാൻസും മേടിച്ചു. നമ്മൾ ഇനി എന്ത് ചെയ്യും മമ്മി? എന്താ നീ ഈ പാട്ട് പ്രോഗ്രാം മതിയാക്കിയോ? ഇല്ലല്ലോ. അപ്പം വർമ്മയുടെ വീടെന്നല്ല മറ്റെവിടെയായിരുന്നാലും ഇതും ഇതിനപ്പുറവും പ്രശ്നങ്ങൾ വരും. അതെല്ലാം തരണം ചെയ്ത് വരുമ്പോഴാണ് വിജയമുണ്ടാവുന്നത്. എന്തായാലും ഇതിനേക്കാളും വലിയ പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ലേ? അപ്പൊ ഇതും നടക്കും. ഇവിടെ നമ്മള് തോറ്റു പിന്മാറിയിട്ട് കാര്യമില്ല. അതിനർത്ഥം നിന്റെ മ്യൂസിക് കരിയർ ഇവിടെ അവസാനിച്ചെന്നാ. അവിടെ എങ്ങനെയാ, ഏത് രീതിയിലാ പാടേണ്ടത്, അതിന്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ചെന്ന് ഏത് വിധേനയും ശ്യാമയെ പറഞ്ഞ് സമ്മതിപ്പിക്കേ. അല്ല, അതിന് സമ്മതം അല്ലെങ്കിൽ വിസ്മയ എന്ന ഗായിക ഇന്നു മുതൽ ഇല്ലാണ്ടാവാൻ പോവാ. പണം, ആരാധകർ, പേര്, പ്രശസ്തി എല്ലാം ഒറ്റയടിക്ക് അവസാനിക്കാൻ പോവാ. എന്ത് തീരുമാനിച്ചു? മമ്മി പറഞ്ഞത് ശരിയാ. ഞാൻ ശ്രമിക്കാം. മമ്മിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ പോയി ശ്യാമയെ കാണാം. ശ്രമിച്ചാ പോരാ, ശ്യാമ സമ്മതിക്കണം. നീ സമ്മതിപ്പിക്കണം. ഏറ്റു മമ്മി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.